വചനം 38 വാക്കർത്ഥം. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യുദാഫിഉ തടുക്കുന്നു അനില്ലദീന ആമനു വിശ്വസിച്ച കൂട്ടർക്ക്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നതല്ല സ്നേഹിക്കുന്നതല്ല കുല്ല ഖവ്വാനിൻ എല്ലാ വഞ്ചകനെയും ചതിയനെയും കഫൂർ നന്ദികെട്ടവനായ. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. നിശ്ചയമായും അല്ലാഹു വിശ്വസിച്ചവരിൽ നിന്ന് അന്യാക്രമത്തെ തടുക്കുന്നതാണ്. നിശ്ചയമായും അല്ലാഹു നന്ദികെട്ട എല്ലാ വഞ്ചകരെയും ഇഷ്ടപ്പെടുന്നതല്ല. വചനം 39 വാക്കർത്ഥം. ഉദിന അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു ലില്ലദീന യാതൊരു കൂട്ടർക്ക് യുഖാതലൂന അവർ സമരം ചെയ്യപ്പെടുന്നു അവരോട് യുദ്ധം ചെയ്യപ്പെടുന്നു ബി അന്നഹും ളുലിമു അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നുവെന്നതുകൊണ്ട്. വ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു അലാ നസ്രിഹിം അവരെ സഹായിക്കുവാൻ ലഖദീർ കഴിവുള്ളവനും തന്നെയാണ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഇങ്ങോട്ട് സമരം ചെയ്യപ്പെടുന്ന കൂട്ടർക്ക് അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും യുദ്ധം ചെയ്തുകൊള്ളുവാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. നിശ്ചയമായും അല്ലാഹു അവരെ സഹായിക്കുന്നതിന് കഴിവുള്ളവനുമത്രേ. 38-39 വചനങ്ങളുടെ വിശദീകരണം. മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി നൽകുന്നതിൽ ആദ്യമായി അവതരിച്ച ആയത്താണിത്. യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയാതെ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞത് ശ്രദ്ധാർഹമാണ്. മർദ്ദനം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ മാത്രമാണ് യുദ്ധത്തിന് അനുവാദം ലഭിക്കുന്നതെന്നും മുസ്ലിങ്ങൾക്ക് ശത്രുപക്ഷത്തെ നേരിടാൻ വല്ല കഴിവും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് അവർക്കങ്ങോട്ട് യുദ്ധം നടത്തുവാൻ പാടില്ലായിരുന്നുവെന്നും ഇതിൽ നിന്ന് അനുമാനിക്കാം. മദീന ഹിജറക്കു മാർഗം തെളിയിച്ചതും മദീനക്കാരായ ഏതാനും മുസ്ലിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ അൽ അഖബയിൽ വെച്ച് നടന്നതുമായ സ്വകാര്യ ഉടമ്പടി ബൈഅത്തുൽ അഖബ കഴിഞ്ഞ ശേഷം തങ്ങൾക്ക് താൽക്കാലികമായ ഒരു നേരിയ കഴിവെങ്കിലും കൈവന്നിട്ടുണ്ടെന്ന് കരുതിയായിരിക്കാം ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി: അലാ നമീലു അലാ അഹ്ലിൽ വാദി ഫനഖ്തുലുഹും. മിനാ താഴ്വരയിൽ അന്ന് ഹജ്ജ് കർമ്മത്തിനായി സമ്മേളിച്ചിരുന്ന ശത്രുക്കളുടെ നേരെ തിരിഞ്ഞ് നമുക്കവരെ കൊന്നുകളഞ്ഞുകൂടെ എന്നു സാരം. ഇതിനു തിരുമേനി നൽകിയ മറുപടി: ഇന്നി ലം ഉഅ്മർ ബിഹാദ, എനിക്കിതിനു കൽപ്പന കിട്ടിയിട്ടില്ല എന്നായിരുന്നു. യുദ്ധത്തിന് അനുവാദം നൽകുവാനുള്ള കാരണവും ന്യായവും അല്ലാഹു ഇവിടെ ശരിക്ക് വ്യക്തമാക്കിയിരിക്കുന്നു. അവർ ആക്രമിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതിനു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയതു മുതൽ തിരുമേനിയും സത്യവിശ്വാസം സ്വീകരിച്ച സ്വഹാബികളും ശത്രുക്കളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന മൃഗീയമായ മർദ്ദനങ്ങളുടെയും യാതനകളുടെയും നീണ്ട പട്ടിക ചരിത്ര പ്രസിദ്ധമാണല്ലോ. ഒടുക്കം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മദീനായിൽ അഭയം പ്രാപിക്കുകയും ചെയ്യേണ്ടി വന്നു. അതിനെപ്പറ്റി അടുത്ത വചനത്തിൽ അല്ലാഹു പ്രസ്താവിക്കുന്നത് കാണാം. മാത്രമല്ല, മർദ്ദിതരായ ജനങ്ങൾക്ക് സ്വരക്ഷയ്ക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുവാൻ അനുമതി നൽകപ്പെടാതെയും അല്ലാഹുവിൻ്റെ പ്രത്യേക സഹായം അവർക്ക് ലഭിക്കാതെയുമിരിക്കുന്ന പക്ഷം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും അതോടൊപ്പം അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നു.